Okay. Slide on, sir. Start. Hi, Magle. Abada, നമ്മുടെ അടിപൊളി നീറ്റ് 2026ന്റെ കമ്പാരിറ്റീവ്ലി നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈസി ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു, കുറച്ച് ലെങ്തി ആണെങ്കിലും. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 136. അപ്പോൾ കോഡ് 11 ക്വസ്റ്റ്യൻ നമ്പർ 136 ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോഡ് 11ന്റെ ആണ്. മക്കളെല്ലാവരും ചെക്ക് ചെയ്യാം. സോ ഇവിടെ നോക്കാം, കോർട്ടിസോൾ പ്രൊഡ്യൂസ് ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം A2 വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണ്. ലെറ്റ്സ് കട്ട് ദീസ് ഡൗൺ. അടുത്ത എന്താ, ആൽഡോസ്റ്റിറോൺ സ്റ്റിമുലേറ്റ്സ് റീസോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സോഡിയം ഫ്രം റീനൽ ട്യൂബ്യൂൾ. സോ B3 വരുന്നു. അഗൈൻ കോളിസിസ്റ്റോകൈനിൻ സ്റ്റിമുലേറ്റ്സ് ദ സെക്രീഷൻ ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ബൈൽ ജ്യൂസ്. C4 വരുന്നു. സോ തേർഡ് ഓപ്ഷൻ. ആൻഡ് പ്രൊജസ്ട്രോൺ സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് ആൽവിയോളെ ഇൻ മാമറി ഗ്ലാൻഡ്സ് and mammary glands. So that's it. Answer is third option. Question number 137. Arrange the following events occurring in renin-angiotensin mechanism in the correct order. നമുക്ക് ഇതിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം മക്കളെ, ആദ്യം തുടങ്ങുന്ന എന്താണ്, GFR കുറയുമ്പോഴാണ് റെനിൻ ആൻജിയോടെൻസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ. സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് C. ദ റെനിൻ ആൻജിയോടെൻസിൻ ഫോൾ ഇൻ GFR വഴി തുടങ്ങുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് എന്താ നടക്കുക, അപ്പോൾ രണ്ട് ഓപ്ഷനിൽ C ഉണ്ട്. ദെൻ സെക്കൻഡ് നമുക്ക് വരാനുള്ളത്, യെസ്, റെനിൻ എന്ത് ചെയ്യും, ആൻജിയോടെൻസിനോജൻ ആൻജിയോടെൻസിൻ 1 ആയി കൺവേർട്ട് ചെയ്യും. ആൻജിയോടെൻസിൻ 1നെ AC എന്ത് ചെയ്യും, ആൻജിയോടെൻസിൻ 2 ആയി കൺവേർട്ട് ചെയ്യും. സോ സെക്കൻഡ് ഈസ് E, ഫോർത്ത് ഓപ്ഷൻ വരും. പിന്നെ എന്താ സംഭവിക്കുക, ഇനി നമുക്കറിയാം ഈ ആൻജിയോടെൻസിൻ 2 ഒരു പവർഫുൾ വാസോ കൺസ്ട്രിക്റ്റർ ആണ്. ഓൾസോ ഇറ്റ് റിലീസസ് ആൽഡോസ്റ്റിറോൺ. സോ ദെൻ ഇറ്റ് കംസ് D. ആഫ്റ്റർ വിച്ച് എന്ത് സംഭവിക്കും, ഈ ആൽഡോസ്റ്റിറോൺ പോയി സോഡിയം വാട്ടർ റീസോർപ്ഷൻ ഫ്രം ദി DCT ചെയ്യും. സോ ദാറ്റ് ഈസ് ദ B കമ്മിങ് ലേറ്റർ. ദെൻ it causes increase in blood pressure and glomerular filtration rate. So answer is yes, fourth option. Next, 138. In humans, respiration occur in the following steps. Arrange these steps in the correct order ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് നടക്കുക പൾമിനറി വെന്റിലേഷൻ ആണ് അല്ലേ മക്കളെ. സോ ഫസ്റ്റ് ഇറ്റ്സെൽഫ് C വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണ്. ലെറ്റ്സ് കട്ട് 1 and 2. പൾമിനറി വെന്റിലേഷൻ അറ്റ്മോസ്ഫിയറിക് എയറിനെ നമ്മൾ ഡ്രോ ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് എയറിനെ റിലീസ് ഔട്ട് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ എന്താ നടക്കാനുള്ളത്, യെസ്, ഡിഫ്യൂഷൻ നടക്കണം. എവിടെയാണ് ഡിഫ്യൂഷൻ നടക്കാനുള്ളത്, ഡിഫ്യൂഷൻ ദാറ്റ് ഷുഡ് occur in the alveolar membrane. So C കഴിഞ്ഞ B ആണ്. then itself answer is third option. ഇനി ഡിഫ്യൂഷൻ നടന്ന ശേഷമാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് നടക്കുക. എന്നിട്ട് എന്ത് സംഭവിക്കും, അവിടെ ടിഷ്യൂവിൽ അഗെയിൻ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കണം, ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ടിഷ്യൂ, ആൻഡ് ഇറ്റ് ഇസ് ഫോളോഡ് ബൈ സെല്ലുലാർ റെസ്പിറേഷൻ യൂട്ടിലൈസിംഗ് ഓക്സിജൻ ഇൻ ദി ടിഷ്യൂ. സോ ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 139. നമുക്ക് നോക്കാം, ദ ഫോളോയിങ് ആർ ദ സ്റ്റേജസ് ഓഫ് ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം. അറേഞ്ച് ദ സ്റ്റേജസ് ഇൻ ദ പ്രോപ്പർ ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം മക്കളെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് നടക്കാനുള്ള ഇവന്റ് എന്താണ്, ഫീമെയിൽ മോസ്കിറ്റോ അതിന്റെ സലൈവയിൽ നിന്നാണ് നമുക്ക് സ്പോറോസോയിറ്റിനെ ഇൻജെക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് E. അത് കഴിയുമ്പോൾ ഇപ്പൊ ഈ വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ബാക്കി കട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഈ സ്പോറോസോയിറ്റ് ആദ്യം എത്തുന്ന ലിവറിലാണ്. അവിടെ വെച്ചത് എന്ത് ചെയ്യും, അസെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് ആ ലിവർ സെൽസിനെ ബേസ്റ്റ് ചെയ്യും. ഫൈനലി ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ സെൽ. എന്ത് ചെയ്യും, നമ്മുടെ RBC ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യും. ഇനി RBCയിലേക്ക് പോകുന്നതാണ്. ഇത് ആദ്യം RBCയിൽ അസെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് RBC സെൽസിനെ ബേസ്റ്റ് ചെയ്യും. ഈ സമയത്താണ് ഹിമോസോയിനും റിലീസ് ചെയ്യുക അല്ലേ. ആൻഡ് ഫൈനലി ഇവർ പിന്നെയും RBC റീ എൻ്റർ ചെയ്തിട്ടാണ് വാട്ട് ദേ ഡു, അവർ ഗാമറ്റോസൈറ്റ്സിനെ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റിനെ ഫോം ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. Question number 140. Insertion of foreign DNA at BAMH1 site in a Ecology cloning vector PBR322 result in the loss of antibiotic resistance towards. നമുക്കറിയാം, yes, it will help us to prevent it from tetracycline antibiotic resistance ആണ് നമുക്ക് ആ ഒരു കട്ടിംഗ് ആൻഡ് പ്ലേസിംഗ് വഴി ഉണ്ടാവുക. സോ ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. അപ്പൊ നമുക്ക് 141 തൊട്ട് ചെക്ക് ചെയ്താലോ. വെയിറ്റ് ഫോർ ബിലാൽ സർ, സർ ഇസ് കമ്മിങ്.
So how was your exam? Bio was easy. How was your exam? ചോദിക്കുമ്പോൾ എല്ലാവരും സൂപ്പർ ഈസി, കെമിസ്ട്രി സൂപ്പർ ഈസി. വാവ്, സോ ഹാപ്പി. മക്കളെ എല്ലാവരും ലൈവിൽ വന്ന് ഇങ്ങനെ നിങ്ങളുടെ ഒരു അഭിപ്രായം. സുവോളജി പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? നമ്മൾ ഒരുപാട് നമ്മളുടെ മാരത്തോണിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ഈ ഒരു പിന്നെ ലൈക്ക് വി ഓൾവേസ് സേ, നമ്മളെപ്പോഴും പറയുന്നതാണ് നമ്മളുടെ പിന്നെ പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ എന്നൊരു ക്വസ്റ്റ്യൻ വരും. യെസ്, ദെയർ വാസ് വൺ ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ ഫ്രം ബ്രീത്തിങ് അല്ലേ. നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്സിൽ നിന്നാണ് നമുക്ക് ഈസി ക്വസ്റ്റ്യൻ ആണ് ബ്രീത്തിങ് എന്ന് വന്നിട്ടുള്ളത്. ഇഫ് യു ചെക്ക്, നമുക്കറിയാം റെനിൻ-ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ ഉറപ്പായും വരുമെന്ന് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. എക്സ്ക്രീഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഫ്രം റെഗുലേഷൻ എന്ന് പറയും. സോ there you have a question from regulation. Also here you have a question from hormone part chemical control and coordination ലെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോഡ് നമ്പർ 11 ആണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കളെ കോഡ് ചെക്ക് ചെയ്യണം. കോഡ് 11ലെ ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം 136. ഓരോ കോഡിലും it will differ, but see the questions and see the answer key. Okay, clear, right? അപ്പോൾ 141 തൊട്ട് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ഞാനൊന്ന് ചെറുതായിട്ട് ചോദിക്കട്ടെ, ഹൗ വാസ് യുവർ സുവോളജി പേപ്പർ? ഈസി എന്ന് 2 പേര് പറഞ്ഞു. ഓക്കെ, അപ്പൊ 141 എന്നുള്ള ക്വസ്റ്റ്യൻ ആയി ബിലാൽ സാർ എത്തി. Hey guys, one of the simplest exam അല്ലേ. റീസെന്റ് ടൈമിൽ നമ്മൾ കണ്ടൊരു 2024 പാറ്റേൺ അതുപോലെ വന്നിട്ടുള്ള അതുപോലെ വന്നിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താ പറയുക, ഭയങ്കര പേടിയൊന്നും ഉണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കുന്ന ടൈം മാനേജ്മെന്റ് ഒക്കെ കുറച്ച് എളുപ്പമായിട്ടുണ്ടാവും ആദ്യം ബയോളജി ചെയ്ത ആളുകൾക്ക്, ബിക്കോസ് സ്റ്റേറ്റ്മെന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. ഓൾമോസ്റ്റ് എന്താ പറയുക, നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ നമുക്ക് 141 മുതൽ ചെയ്യണം അല്ലേ. യെസ്, വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ് മക്കളെ എല്ലാം ചോദിച്ചിട്ടുള്ളത്. വന്നോ to current അല്ലേ. ഓക്കെ, യെസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ്. കമോൺ നോക്കടാ. 141, ദ ഫോളോയിങ് റിയാക്ഷൻ ഡെപ്പിക്ട് ദ ആക്ടിവിറ്റി ഓഫ് എ പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് എൻസൈം എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ചോദ്യമല്ലേ മക്കളെ. ഇത് കണ്ട കുട്ടികൾക്ക് തന്നെ അറിയാം, ഇത് ലയാസസ് ആണെന്നല്ലേ. നോക്കൂ, റിമൂവൽ ഓഫ് ഗ്രൂപ്സ് ബൈ മെക്കാനിസം അതർ ദാൻ ഹൈഡ്രോലൈസിസ് ലീവിംഗ് ഡബിൾ ബോണ്ട് അല്ലേ മക്കളെ. ഈ റിയാക്ഷൻ NCERT അസച്ച് നമുക്ക് തന്നിട്ടുള്ളതാണ്. വി ആർ മൂവിംഗ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. 142, ദ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ എ സൈനാപ്സ്. ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ റിസപ്റ്റർ എവിടെ കുട്ടികളുള്ളത്? പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിനിലായിരിക്കും, ശരിയല്ലേ. പ്രീ സൈനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ആളുകൾ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോണിലെ മെംബ്രെയിനിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. 4 അല്ലേ. ഇനി 143 ചോദ്യം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹാവിംഗ് ചിൽഡ്രൻ വിത്ത് O ബ്ലഡ് ഗ്രൂപ്പ് where both mother and father are heterozygous for A and B group അല്ലേ. അപ്പൊ മദർ IA സ്മോൾ I, ഫാദർ IB സ്മോൾ I, രണ്ടുപേരും ഹെറ്ററോസൈഗസ് ആണ് A B യുടെ കേസിൽ. ഇവർക്ക് O ഗ്രൂപ്പ് ഉള്ള കുട്ടി ഉണ്ടാവാനുള്ള ചാൻസ് എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയുന്ന കാര്യം, എവിടുന്ന് ഉണ്ടാവുന്ന ഗാമീറ്റ് IA സ്മോൾ I അല്ലെ, ഇപ്പുറത്തുനിന്ന് IB സ്മോൾ I, ശരിയാണല്ലോ. ഓക്കേടാ, നോക്ക്, ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള കുഞ്ഞായിട്ട് മാറും. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള കുഞ്ഞായിട്ട് മാറുന്നു. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആയിട്ട് മാറുന്നു. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് O ബ്ലഡ് ഗ്രൂപ്പ്, റൈറ്റ്. ഓക്കെ, അപ്പൊ എത്രയാ? 1/4, ദാറ്റ് ഈസ് 25% അല്ലേ മക്കളെ. സോ ആൻസർ 1 അല്ലേ. ഇതിന്റെ ആൻസർ വരിക ആൻസർ 1 ആണ്. 143, റൈറ്റ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻസ്, റൈറ്റ്. കമോൺ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. എന്താണ് ERV? എക്സ്പിരേറ്ററി റിസർവ് വോളിയം 1000 to 1100. A3 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് മക്കളെ? A3 വരുന്ന 2 ഓപ്ഷൻ നമുക്കുണ്ട്. ശരി. B റെസിഡുവൽ വോളിയം 1100 to 1200 അല്ലേ. B4 യെസ്, ഒന്നാമത്തെ ഓപ്ഷൻ ശരിയല്ലേ കുട്ടികളെ. ഒന്നാമത്തെ ഓപ്ഷൻ നമ്പർ 1. 144 ഓപ്ഷൻ നമ്പർ 1. ഈസി ക്വസ്റ്റ്യൻ, കേരള ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ലെവലിലുള്ള ചോദ്യം, റൈറ്റ്. 145, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് കൺവെർജന്റ് എവല്യൂഷൻ. ഇതിൽ കൺവെർജന്റ് അല്ലാത്തത് ഏതെന്നാ ചോദിച്ചത്. ദാറ്റ് മീൻസ് ഏതാണ് ഡൈവർജന്റ് എവല്യൂഷൻ എന്നാ ചോദ്യം. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ, നിങ്ങൾക്കറിയാം കൺവെർജന്റ് എവല്യൂഷൻ ആണല്ലേ. പെൻഗ്വിൻ ബേർഡ് ആണ്, ഡോൾഫിൻ ഒരു മാമൽ ആണ്, ബട്ട് ബോത്ത് ഓഫ് ദം ഹാവ് ഫ്ലിപ്പേഴ്സ്. സോ ഇത് കൺവെർജന്റ് ഇന്റെ എക്സാമ്പിൾ ആണ്, ഡൈവർജന്റ് അല്ല. ഐ ഓഫ് ഒക്ടോപസ് ആൻഡ് മാമൽ, ഇതും കൺവെർജന്റ് ആണ്, ഡൈവർജന്റ് അല്ല. ദെൻ നോക്കൂ, 4 limbs ഓഫ് വെയിൽ ആൻഡ്
ബാറ്റ് അല്ലേ? രണ്ടിൻ്റെയും അനാട്ടമി സെയിം ആണ്, ബട്ട് ഫങ്ഷൻ വ്യത്യസ്തമാണ്. ഇത് ഡൈവർജന്റ് എവല്യൂഷൻ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3, റൈറ്റ്? ഓക്കെ, അടുത്ത ചോദ്യം 146. മെയിൽ ഫ്രോഗ്സ് ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ഫീമെയിൽ ഫ്രോഗ്സ്. ഈസി പീസി ക്വസ്റ്റ്യൻ, റൈറ്റ്? ഓക്കെ, എന്തൊക്കെയാണ്? രണ്ട് സാധനങ്ങളാ. സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്കും കോപ്പുലേറ്ററി പാഡ് ഓൺ ദ ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ഫോർ ലിംബ്. ശരിയല്ലേ മക്കളെ? അപ്പൊ ബി ആൻഡ് ഡി ഓൺലി. ആൻസർ ഈസ് ഓപ്ഷൻ 4. ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് റൂൾ ഔട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ബൾജിങ് ഐസ്, നമ്മൾ 2 ഫ്രോഗിനും ജനറൽ ആയിട്ട് ഫ്രോഗിന് പഠിച്ച കാര്യമാണല്ലോ ബൾജിങ് ഐസ്. സോ ഇറ്റ്സ് നോട്ട് എ കൺസേൺ, റൈറ്റ്? ഓക്കെ, ദെൻ വെബ്ഡ് ഡിജിറ്റ്സ് ഇൻ ഫീറ്റ്, ഇത് 2 കൂട്ടരെ പറ്റിയും ജനറലി പറയുന്നതാണ്, നോട്ട് എ കൺസേൺ അല്ലേ? ഇനി എന്താ? ഒലീവ് ഗ്രീൻ കളേർഡ് സ്കിൻ വിത്ത് ഡാർക്ക്, ഇത് 2 കൂട്ടർക്കും പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം പോലും ഇല്ല. അടുത്തത്, എ ഗ്രൂപ്പ് ഓഫ് റിസർച്ചേഴ്സ് പ്രൊക്യൂർഡ് സം ഫിഷ് ലൈക്ക് ആനിമൽസ് ആൻഡ് അപ്പോൺ ഇൻവെസ്റ്റിഗേഷൻ ഇവരെന്തൊക്കെ കണ്ടു. എന്താ ഇവർ കണ്ടത്? എൻഡോസ്കെലിറ്റൻ ഓഫ് കാർട്ടിലേജ്. ശരി. ectoparasite as they were found attached to fish skin with their circular sucking mouth without jaws. അല്ലേ? ഓർക്കുന്നില്ലേ? സൈക്ലോസ്റ്റൊമാറ്റ അല്ലേ? ഓക്കെ, സോ പെയേർഡ് ഫിൻസ് ആൻഡ് സ്കെയിൽസ് ഒക്കെ ആബ്സെന്റ് ആണ്. സൈക്ലോസ്റ്റൊമാറ്റയാണ്. സൈക്ലോസ്റ്റൊമാറ്റയിൽ ഒരൊറ്റ ആളെ ഇവിടെ തന്നിട്ടുള്ളൂ, ദാറ്റ് ഈസ് പെട്രോമൈസൺ, റൈറ്റ്? ഓക്കെ, സോ ഓപ്ഷൻ 2. അടുത്ത ചോദ്യം നോക്കടാ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 വിത്ത് റെസ്പെക്ട് ടു ക്രോണോളജി ഓഫ് എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ്. നമ്മളെല്ലാവരും പഠിച്ച കാര്യമാണ്. ദിനോസർ 65 വർഷം മുമ്പ് ഭൂമിയിൽ നിന്ന് ഡിസപ്പിയർ ആയി എന്നുള്ളത് അല്ലേ? സോ A2 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയേ. 2 ഓപ്ഷനാണുള്ളത്. ഓപ്ഷൻ 3യും 4ലും A2 ആണ്. ശരി, അപ്പൊ ഈ 2 2ലും B4 ആണ്. അപ്പൊ B അറിഞ്ഞില്ലെങ്കിലും വേണ്ടിയില്ല, നമ്മുടെ കൺസേൺ അല്ല. വി ആർ ഗോയിങ് ടു C അല്ലേ? B നമുക്കറിയാം 500 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഫോംഡ് ബിക്കം ആക്റ്റീവ് എന്നൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമ്മൾ കൺസേൺ ചെയ്യണ്ട. ലെറ്റ്സ് മൂവ് ടു C. 350 മില്യൺ ഇയേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു ജോലസ് ഫിഷ് പ്രോബബ്ലി ഇവോൾഡ്. ശരിയല്ലേ കുട്ടികളെ? അപ്പൊ C1 D3. സോ ഓപ്ഷൻ 4. 148 ഓപ്ഷൻ 4 വരും. ശരിയല്ലടാ മക്കളെ? ഓപ്ഷൻ 4 വരും അല്ലേ? 148, റൈറ്റ്? ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 149ാമത്തെ ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്ക്. പ്രൊജസ്റ്റാസേർട്ട് എന്താടാ? ഹോർമോൺ റിലീസിങ് IUD ആണല്ലേ? ഹോർമോൺ റിലീസിങ് IUD ആണ്. A3 വരുന്ന 2 ഓപ്ഷനാണുള്ളത് അല്ലേ? 2ലും B4 ആണ്. സോ നമ്മുടെ കൺസേൺ അല്ല. വി ആർ മൂവിങ് ടു C എന്താ? ഡയഫ്രം എന്താ? ഇറ്റ്സ് എ ബാരിയർ മേഡ് അപ്പ് ഓഫ് റബ്ബർ യൂസ്ഡ് ബൈ ഫീമെയിൽ. എന്തൊരു സിമ്പിൾ എക്സാം അല്ലേ? ഓക്കെ, അപ്പൊ C1. ഓക്കെ, സോ C1 വരുന്ന ഓപ്ഷൻ 1. 149 ഓപ്ഷൻ 1 വരും. ശരിയല്ലേ മക്കളെ? ഓക്കെ, ദെൻ ഞാൻ ഇപ്രാവശ്യം കുറെ 720 ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ബയോളജി ഫുൾ മാർക്ക് കൊണ്ട് ഏറും കളിയാവും എന്നുള്ളത് ഉറപ്പാണ്. 150th ക്വസ്റ്റ്യൻ ലാസ്റ്റ്. ദ WBC കൗണ്ട് ഓഫ് എ പേഴ്സൺ ബ്ലഡ് സാമ്പിൾ ഈസ് 8,000 ആണ് WBC കൗണ്ട്. ഓക്കെ, സോ ടോട്ടൽ കൗണ്ട് നമുക്ക് കിട്ടി 8,000 ആണ്. ദെൻ ഹൗ മെനി ഇയോസ്നോഫിൽ ആൻഡ് ലിംഫോസൈറ്റ് വുഡ് ബി ഇൻ ദ സെയിം ബ്ലഡ് സാമ്പിൾ അപ്രോക്സിമേറ്റ്ലി? ഇയോസ്നോഫിൽ നമുക്കറിയാം 2 to 3% ആണെന്ന് അറിയല്ലേ ആവറേജ്. ദെൻ ലിംഫോസൈറ്റ് 20 to 25% ആണ്. നമുക്ക് തൽക്കാലം ലിംഫോസൈറ്റ് എടുത്തൊന്ന് ചെയ്ത് നോക്കാം. 25/100 × 8000 അല്ലേ? ഇത് ചെയ്താൽ നമുക്ക് എത്രയാ കിട്ടുക? ഇത് രണ്ടും വെട്ടിപ്പോയി. 25 × 80 ഏകദേശം 1600 വരും അല്ലേ മക്കളെ? 1600 വരും. ഇതേ രീതിയിൽ 1600 to 2000 റേഞ്ച് വരും. ആ ഒരൊറ്റ ഓപ്ഷനേ നമ്മുടെ കയ്യിലുള്ളൂ. ശരിയല്ലേ കുട്ടികളെ? ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇയോസ്നോഫിലിന്റെ കാര്യവും നോക്കാം. ഇയോസ്നോഫിൽ നമുക്കറിയാം 2 to 3% ആണെന്ന്. നിങ്ങൾ 3/100 അല്ലെങ്കിൽ 2/100 × 8000 ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ 2% എടുത്ത് വേണമെങ്കിലും ചെയ്യാം. ശരിയല്ലേ? ഇത് രണ്ടും കൂടെ പോയി 2 × 80 160 ഏകദേശം അല്ലേ? ഇനി 3% എടുത്താൽ 240 വരും. ഒരേ ഒരു ഓപ്ഷനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൂ, ഓപ്ഷൻ 2. അപ്പൊ ഇതൊരു ഇത്തിരി നമ്മളെ ബുദ്ധിമുട്ടിച്ചാലും ഈസി ആയിട്ടുള്ള ചോദ്യമാണ് 2 അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതാ ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ ഇർഫാദ് സാർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ക്യാരി ഓൺ. യെസ്, വെരി ഗുഡ് ഈവനിങ് മക്കൾസ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ എക്സാംസ് ഒക്കെ? ബയോളജി ഒക്കെ തകർത്തില്ലേടാ? പക്ക നമ്മളെ NCERT നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ? സോ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ മക്കൾസ്? യെസ്, എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ കമന്റിലൂടെ അറിയിച്ചേ.
സോ നമുക്ക് 150 ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലേ, 150 ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കോഡ് 11 ക്വസ്റ്റ്യൻ സെറ്റ് ആണ് നമ്മൾ ചെയ്തെടുക്കുന്ന കാര്യം എൻ്റെ മക്കൾ അവിടെ മനസ്സിലാക്കണം. സോ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ നോക്കിക്കേടാ, എന്താണ് ക്വസ്റ്റ്യൻ? നിക്കോട്ടിൻ നമുക്കറിയാം അല്ലെ, നിക്കോട്ടിൻ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളല്ലേ, ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ആളല്ലേ. സോ മെയിൻ ആയിട്ട് ഇറ്റ് സ്റ്റിമുലേറ്റ് അഡ്രീനൽ ഗ്ലാൻഡ് ടു റിലീസ് കാറ്റിക്കോളമൈൻസ് ഇൻ ടു ബ്ലഡ് സർക്കുലേഷൻ അല്ലടാ. അപ്പൊ 2 വരും. മോർഫിൻ ആണെങ്കിൽ നമുക്കറിയാം സെഡേറ്റീവ് ആൻഡ് പെയിൻ കില്ലർ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. സോ 3 വരും. ഹെറോയിൻ എന്താണ്? ഡിപ്രസൻ ആൻഡ് സ്ലോ ഡൗൺ ദ ബോഡി ഫംഗ്ഷനിങ് എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. സോ 4 വരും. കൊക്കെയിൻ ഇറ്റ് കോൾ ഹെവി ഡോസ് ഇറ്റ് ക്രിയേറ്റ് ഹാലൂസിനേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, സെൻസ് ഓഫ് യൂഫോറിയ എന്ന് പഠിക്കുന്നുണ്ട്. സോ 2, 3, 4, 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലേ വരിക. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. 3 ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക എന്നുള്ള കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. സോ 152nd ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ ഹ്യൂമൻ പ്രോട്ടീൻ നെയ്മഡ് ആൽഫ-1 ആന്റിട്രിപ്സിൻ ഒബ്റ്റൈൻഡ് ഫ്രം ട്രാൻസ്ജനിക് ആനിമൽസ് ഈസ് യൂസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ്. നമുക്കറിയാം ഇത് ലങ് റിലേറ്റഡ് അല്ലടാ. സോ ലങ് റിലേറ്റഡ് ഇൻഫെക്ഷൻ അവിടെ ഏതാ കൊടുത്തിട്ടുള്ളത്? ദാറ്റ് ഈസ് ക്രോണിക് ചെയിൻ സ്മോക്കേഴ്സിൽ വരുന്ന എംഫൈസിമ നമുക്ക് അവിടെ കാണുന്നുണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഏതാണ് വരിക? 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ 1 ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുക. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. So select the set of fishes which belongs to the class Ostichthyes. Contractiles Ostichthyes നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ലൈവിലൂടെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച കാര്യങ്ങളല്ലേടാ. ബോണി എൻഡോസ്കെലറ്റൻ ഉള്ള ഓസ്റ്റിക്തൈസിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ അവിടെ നമുക്ക് ഏത് സെറ്റ് ഓഫ് ഫിഷസ് ആണ് ഓസ്റ്റിക്തൈസ് വരിക? നമുക്കിവിടെ ഡെവിൾ ഫിഷ്, ഒക്ടോപ്പസ്, മൊളസ്ക അല്ലേടാ. ഇവിടെ റിസ്റ്റിസ്, സോ ഫിഷ് ഒക്കെ നമ്മൾ കോൺട്രിക്തൈസിലല്ലേ പഠിക്കുന്നത്. സ്റ്റാർ ഫിഷ് എക്കൈനോഡെർമേറ്റയിലല്ലേ പഠിക്കുന്നത്. സോ ഫ്ലൈയിങ് ഫിഷ് നമുക്ക് അവിടെ എക്സോസീറ്റസ് വരുന്നുണ്ട്. ഏഞ്ചൽ ഫിഷ്, ടെറോഫിലം നമുക്ക് പറയാം. പിന്നെ ഫൈറ്റർ ഫിഷ്, ബെറ്റ, അത് ഓസ്റ്റിക്തൈസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് ഏതാണ് ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റും? ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ശ്രദ്ധിക്കണം, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അഗെയിൻ ക്വസ്റ്റ്യൻ ഫ്രം ആനിമൽ കിങ്ഡം ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ പ്ലാറ്റി ഹെൽമിന്തസ് ഈസ് ഇൻകംപ്ലീറ്റ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാവും അത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബൈലാറ്ററൽ സിമെട്രി ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് അഡൽട്ട് എക്കൈനോഡെർമേറ്റ. അഡൽട്ട് എക്കൈനോഡെർമേറ്റ റേഡിയൽ സിമെട്രി എന്നല്ലേ പഠിക്കുന്നത്. സോ അത് റോങ് ആൻസർ ആണ്. സ്യൂഡോസിലോം ഈസ് പൊസസ്ഡ് ബൈ ആസ്കെൽമിന്തസ്, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ലൈഫ് ഇൻ ദ ക്ലാസ് കോൺട്രിക്തൈസ്, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലേ. മെമ്പേഴ്സ് ഓഫ് ക്ലാസ് റെപ്റ്റീലിയ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. റെപ്റ്റൈൽസ് ഒക്കെ മെയിൻ ആയിട്ട് നമ്മൾ പോയിക്കിലോ തേർമലല്ലേ പഠിക്കുന്നത്, ഹോമിയോ തേർമലല്ലോ. സോ ബിയും ഇയും ഇൻകറക്റ്റ് ആണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക? ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ. രണ്ടല്ലേ ആൻസർ വരിക. യെസ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോൺ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് found in both prokaryotic and eukaryotic cells are the direct question അല്ലടാ. That is option 1. Ribosome is the right answer. Option 1 ribosome is the right answer. So അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഫ്രം ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻസ് ഡെപിക്ട്സ് വെർഹെൽസ് പേൾ ലോജിസ്റ്റിക് പോപ്പുലേഷൻ ഗ്രോത്ത്? ഇത് ഡയറക്റ്റ് അല്ലേടാ. ഏതാണ് നമുക്ക് ഇവിടെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക? ഇത് ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഇസ് dn/dt = rn അല്ലേ. ദാറ്റ് ഇസ് ഓപ്ഷൻ 2 is the right answer. Option 2 is the right answer. Please note it. Option 2 is the right answer. So നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Again select the incorrect statement. Body fluids എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് റിലേറ്റഡ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഇസ് എ കണ്ടീഷൻ ഹാവിംഗ് ഫീറ്റസ് വിത്ത് RH നെഗറ്റീവ് ബ്ലഡ് ആൻഡ് മദർ RH പോസിറ്റീവ് ആണോ? ഓപ്പോസിറ്റ് അല്ലേ. മദർ RH നെഗറ്റീവും ഫീറ്റസ് RH പോസിറ്റീവ് ഉള്ള കണ്ടീഷൻ അല്ലേ. സോ എ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ തെറ്റായിട്ട് കൊടുക്കാൻ പറ്റും. RH ആന്റിജൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ RBC അല്ലെ. RBCന്റെ സർഫസിലല്ലേ RH ആന്റിജൻ കാണാം. കറക്റ്റ് ആണ്. ബിഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ RH ഗ്രൂപ്പ് ഷുഡ് ഓൾസോ ബി മാച്ച് അല്ലെ. RH ഗ്രൂപ്പിംഗ് കൂടി പോസിറ്റീവ് നെഗറ്റീവ് അല്ലെ, അതും കൂടി മാച്ച് ആയാലേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മുന്നേ നമ്മളൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാറില്ലേ. സോ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. RH ഇൻകോമ്പാറ്റിബിലിറ്റി ഈസ് ഒബ്സർവ്ഡ് വെൻ എ പ്രഗ്നന്റ് മദർ ഈസ് RH നെഗറ്റീവ് ആൻഡ് ദ ഫീറ്റസ് ഈസ് RH പോസിറ്റീവ്. അത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേടാ. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. Erythroblastosis fetalis can be avoided by administering anti-RH antibodies to the mother immediately after the delivery of second child. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ആഫ്റ്റർ ഡെലിവറി ഓഫ് ഫസ്റ്റ് ചൈൽഡ് എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. സോ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ 157 ആൻസർ ഏതാണ് വരിക? എയും ഇയും റോങ് ആണ്. സോ 3 is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് മക്കൾസ് കേട്ടോ. മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നില്ലേ, അവിടെ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് സ്ട്രൈക്ക് ചെയ്ത് പറയുന്നതാണ് മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എന്നാണ് എല്ലാ സമയവും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ള കാര്യം അല്ലേ. ഈ വർഷം അത് നീറ്റ് 2026 പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൈവ് ക്ലാസ്സിലൂടെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നതുമാണല്ലേ. സോ എന്താണ് സ്ട്രെപ്റ്റോകൈനേസ്? സ്ട്രെപ്റ്റോകൈനേസ് ക്ലോട്ട് ബസ്റ്റർ അല്ലേ. ക്ലോട്ട് ബസ്റ്റർ അല്ലേ. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ യൂസ് ചെയ്ത് നമ്മൾ പഠിച്ചില്ലേ. സോ റിമൂവൽ ഓഫ് ക്ലോട്ട് ഫ്രം ദ ബ്ലഡ് വെസൽ. സോ 2 വരും. സ്റ്റാറ്റിൻ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് അല്ലേ സ്റ്റാറ്റിന് അല്ലെ. ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് അല്ലേ സ്റ്റാറ്റിന്.
മൊണാസ്കസ് പെർപ്യൂരിയസ് പറഞ്ഞ മൈക്രോബ് ഒക്കെ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. സോ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് ആണ്, 3 എന്ന് വരും. ലിപ്പേസ് ഡിറ്റർജന്റിലെല്ലാം യൂസ് ചെയ്യാം, ദാറ്റ് ഈസ് 4 എന്ന് വരും. സൈക്ലോസ്പോറിൻ എ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ് യൂസ് ചെയ്യുന്ന ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ 2, 3, 4, 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലേടാ വരിക. 2, 3, 4, 1 ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഓക്കെ അല്ലേ? അഗെയിൻ ക്വസ്റ്റ്യൻ ഫ്രോം ഏതാടാ നമ്മളെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ നിന്നും അല്ലെ, ആനിമൽ കിങ്ഡം ആയിട്ട് നമുക്ക് പറയാം, പക്ഷേ റെസ്പിറേഷൻ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ നോക്കിക്കേ, മൊളസ്ക് എടാ, മൊളസ്ക് ഗിൽസ് അല്ലേ അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ. സോ ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ബ്രാങ്കിയൽ ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ആണ്. റെപ്റ്റൈൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ മനസ്സിലാവും പൾമണറി റെസ്പിറേഷൻ അല്ലടാ, ലങ് വരും. അഡൽട്ട് ആംഫിയൻ ആവുമ്പോൾ നമുക്കറിയാം ക്യൂട്ടേനിയസും പൾമണറി ഒക്കെ വരൂലേ, ദാറ്റ് ഈസ് 4 എന്ന് വരും. അമീബ ആവുമ്പോൾ ബേസിക് ദാറ്റ് ഈസ് സെല്ലുലാർ റെസ്പിറേഷൻ ആണ്. സോ 2, 1, 4, 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലേ വരിക, ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. യെസ്, ദ 6th mutant codon of beta globin gene causing polymerization of hemoglobin and change in RBC shape is. ഇത് സിക്കിൾ സെൽ അനിമയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, ഗ്ലൂട്ടാമിക് ആസിഡ് വാലിനുമായിട്ട് റീപ്ലേസ് ചെയ്യുന്ന അവസ്ഥ, ദാറ്റ് ഈസ് GAG, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു GUG എന്നല്ല പഠിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ NCERT ഡയഗ്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ? സോ അടുത്ത സെറ്റ് ഓഫ് സീരീസ് നമ്മൾ ആതിര മിസ് നിങ്ങളേക്ക് ജോയിൻ ചെയ്യട്ടോ. സോ അടിപൊളിയായിട്ടിരിക്കും മക്കൾസ്. ഹായ് മക്കളെ, അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഫോർ ക്വസ്റ്റ്യൻസ് ഫ്രോം 161 അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ക്വസ്റ്റ്യൻ നമ്പർ 161. Choose the correct statement regarding muscle contraction. Statement question ആണ് അല്ലേ? കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താ നമുക്ക് നോക്കാം. മോട്ടോർ ന്യൂറോൺ ക്യാരീസ് സിഗ്നൽ സെന്റ് ബൈ സെൻട്രൽ നെർവസ് സിസ്റ്റം ടു സാർക്കോലിമ ഓഫ് മസിൽ ഫൈബർ. മോട്ടോർ ന്യൂറോൺസ് എപ്പോഴും നമ്മുടെ മസിൽസിലേക്ക്, സ്കെൽറ്റൽ മസിൽസിലേക്ക് ഇൻഫർമേഷൻ കൊണ്ടുവരുന്നവരാണ്. കറക്റ്റ് ആണ്. ന്യൂറൽ സിഗ്നൽ ജനറേറ്റ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ വിച്ച് കോസ് റിലീസ് ഓഫ് കാൽസ്യം ഫ്രം ദ സാർക്കോപ്ലാസം. കാൽസ്യം ടു ദി സാർക്കോപ്ലാസം. നമുക്കറിയാം സാർക്കോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ വരുമ്പോഴാണ് കാൽസ്യം സാർക്കോപ്ലാസത്തിലേക്ക് റിലീസ് ചെയ്യുന്നത്. ഇൻക്രീസ് കാൽസ്യം ഇനാക്ടിവേറ്റ് ആക്ടിൻ ഫോർ ബ്രേക്കിംഗ് ക്രോസ് ബ്രിഡ്ജ്. തെറ്റാണ്. നമുക്കറിയാം ഇനാക്ടിവേറ്റ് അല്ല ചെയ്യുന്നത്, ശരിക്കും ആക്ടിനെ എന്ത് ചെയ്യണം, അതിന്റെ ആക്റ്റീവ് സൈറ്റിനെ എക്സ്പോസ് ചെയ്യാണ് കാൽസ്യം ചെയ്യുക അല്ലേ, അപ്പൊ അത് തെറ്റാണ്. ആക്ടിൻ ബൈൻഡ് ടു ദ മയോസിൻ ഹെഡ് ടു ഫോം ക്രോസ് ബ്രിഡ്ജ്. മയോസിനുമായിട്ട് ആക്ടിൻ ഹെഡ് എന്ത് ചെയ്യുന്ന ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യാനായിട്ട് അവർ രണ്ടും ബൈൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാവുക. ഷോർട്ടനിങ് ഓഫ് സാർക്കോമിയ ടേക്സ് പ്ലേസ് ബൈ പുള്ളിംഗ് ഓഫ് ആക്ടിൻ ടുവേർഡ്സ് ദ സെന്റർ ഓഫ് എ ബാൻഡ്. നമുക്കറിയാം എ ബാൻഡിന്റെ സെന്ററിലേക്ക് ആക്ടിനെ പുള്ളി ചെയ്യുമ്പോഴാണ് നമ്മുടെ സാർക്കോമിയറിന്റെ ലെങ്ത് എന്ത് പറയുന്നത്, ഷോർട്ടനിങ് സംഭവിക്കുന്നത്. സോ ദിസ് ഇസ് ഓൾസോ റൈറ്റ്. അപ്പൊ നമുക്ക് പറയാം A, B, D and E is correct. Answer is 4th option. For first question answer നമുക്ക് വരാം 4th option 161. Now going to question number 162. Which of the following statements are correct with reference to human endoskeleton? കുറിച്ച് കറക്റ്റ് ഏതാണെന്നാണ്. ഹ്യൂമൻ സ്കൾ ഡൈകോണ്ടൈലിക് ആണ്, 2 കോണ്ടൈൽസ് ഉണ്ട്. The joint between any two adjacent vertebrae cartilages ആണ് അല്ലെ, നമ്മുടെ intervertebral disc cartilages ആണ്. In human being the number of cervical vertebrae, നമ്മുടെ ഇവിടെ വരുന്ന cervical vertebrae 7 എണ്ണം, thoracic 12 എണ്ണം, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. All ribs except the last pair are bicephalic. എല്ലാ റിബ്സും ബൈസെഫാലിക് ആണ്. കാരണം ഈ ബൈസെഫാലിക് അറ്റാച്ച്മെന്റ് thoracic vertebrae അടുത്താണ് ഉള്ളത്, അല്ലാതെ ഫ്രണ്ടിലുള്ള സ്റ്റേണത്തിനോടല്ല. ബൈസെഫാലിക് എന്ന് പറഞ്ഞാൽ 2 ഹെഡിന്റെ സഹായത്തോടു കൂടിയുള്ള അറ്റാച്ച്മെന്റ്. So this is wrong. Occipital bone of skull is articulated with atlas vertebrae. നമുക്കറിയാം occipital bone ആദ്യത്തെ vertebrae atlas vertebrae ആണ്, അത് cervical vertebrae ഫസ്റ്റ് vertebrae ആണ്, അതുമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. കറക്റ്റ് ആണ്. അപ്പൊ നമ്മളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ B, C and E only is correct. Answer is second option. Question number 163. നമുക്ക് നോക്കാം. Question number 163. Spermatogonia undergo a series of cell division to produce sperm. Select the correct statement from the following ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. Spermatogonia always undergo meiotic cell division. തെറ്റാണ്. നമുക്കറിയാം സ്പെർമാറ്റോഗോണിയ മൈറ്റോസിസ് വഴിയും ഡിഫറൻസിയേഷൻ വഴിയുമാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റിനെ ഉണ്ടാക്കുക. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിവൈഡ് മൈറ്റോട്ടിക്കലി അല്ല, ഇത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്നത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആണ് ടു ഫോം സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ത്രൂ their second meiotic division produce haploid spermatid, which is actually correct അല്ലെ. നമുക്ക്
സെക്കൻഡറി സ്പെർമാറ്റോസൈഡ് ഓൾറെഡി ഹാപ്ലോയിഡ് ആണ്. അതെന്ത് ചെയ്യും? സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞേച്ച് സെയിം വിച്ച് ഇസ് ഈക്വൽ ടു മൈറ്റോസിസ് നമ്മളെ ഇക്വേഷണൽ ഡിവിഷൻ ആണ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഹാപ്ലോയിഡ് സെറ്റ് ആയിട്ടുള്ള സ്പെർമാറ്റിഡ്സിനെ കിട്ടും. സ്പെർമാറ്റിഡ് പ്രൊഡ്യൂസ് സ്പെർമാറ്റോസൂവ ത്രൂ മൈറ്റോസിസ് അല്ല ഡിഫറൻസിയേഷൻ വിച്ച് ഇസ് കോൾഡ് സ്പെർമിയോജനസിസ്. സ്പെർമാറ്റിഡ്സ് ട്രാൻസ്ഫോം ഇൻറ്റു ഷേപ്പ് ചേഞ്ച് ചെയ്യാണ് ഡിഫറൻസിയേഷൻ വഴി. സ്പെർമാറ്റോസോവ ഉണ്ടാവും ബൈ സ്പെർമിയോജനസിസ് വിച്ച് ഇസ് റൈറ്റ്. അപ്പൊ നമുക്ക് പറയാം ഹിയർ നമുക്ക് ഏതൊക്കെയാണ് കറക്റ്റ് വരിക? സിയും സി ഇവിടെ ഓപ്ഷൻ കാണാനില്ല അല്ലേ? സിയും ഇയും കറക്റ്റ് ആണ്. ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 164. അപ്പൊ നമുക്ക് നോക്കാം. Juxtaglomerular apparatus is a special sensitive region formed by cellular modification in. നമുക്കറിയാം JG സെൽസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നമ്മളുടെ അഫറന്റ് ആർട്ടീരിയോൾ ഗ്ലോമറുലസിലേക്ക് വരുന്ന അഫറന്റ് ആർട്ടീരിയോളും DCTയും ചേരുന്ന ആ ഒരു റീജിയനിലെ അഫറന്റ് ആർട്ടീരിയോളുള്ള സെൽസ് ആണ് ജസ്റ്റാഗ്ലോമറുലാർ സെൽസ്, JG സെൽസ് അല്ലേ? അപ്പൊ ഇതാണ് ജസ്റ്റാഗ്ലോമറുലാർ apparatus. Distal convoluted tubule and afferent arteriole. Answer is fourth option. Question number 165. Which one of the following is an appropriate example of sexual deceit? Deceit-ന്റെ ഒരു സെക്ഷുവൽ ഡിസൈറ്റ് നമ്മൾ പറ്റിക്കാണ്. ഇത് ഫീമെയിൽ ആണെന്ന് പറ്റിച്ച് മെയിലിനെ അട്രാക്ട് ചെയ്യുന്നത് ഏതിലാണ്? നമ്മുടെ ഉഫ്രിക്സ് വിച്ച് ഇസ് ആക്ച്വലി an orchid and bumblebee. Answer is second option. Question number 166. Choose the correct statement regarding frog anatomy ആണ് ചോദിച്ചിരിക്കുന്നത്. Again structural organization ഈ വർഷം frog തന്നെ ചോദിച്ചു. As we have said in our marathon, hepatic portal system is the special venous connection between liver and intestine. Correct ആണ് അല്ലെ? intestine ലിവറും തമ്മിലുള്ള കണക്ഷൻ ആണ്. There are 12 pairs of cranial nerves. അത് നമുക്ക് ഹ്യൂമൻസിനാണ്. They only have 10 pairs of cranial nerves. Uterus and oviduct separately open into cloaca in females. ഫീമെയിൽ ഫ്രോഗില് അവരുടെ യൂറിനെ ക്യാരി ചെയ്യുന്ന യൂറീറ്ററും അതുപോലെ തന്നെ അവരുടെ ഓവിഡക്റ്റും സെപ്പറേറ്റ്ലി ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഹൈൻഡ് ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് സെറിബെല്ലം, മെഡുല്ലോ ഒബ്ലാഗട്ട ആൻഡ് ഒപ്റ്റിക് ലോബില്ല. Which is wrong. Sinus venosus joins the right atrium. Yes, നമുക്കറിയാം വീനക്കവ് വന്ന് സൈനസ് വീനോസസ് ആയ ശേഷമാണ് അത് റൈറ്റ് ഏട്രിയം ഓഫ് യുവർ ഫ്രോഗിലേക്ക് ജോയിൻ ചെയ്യുന്നത്. വിച്ച് അഗെയിൻ ഇസ് റൈറ്റ് ഓപ്ഷൻ. അപ്പൊ കറക്റ്റ് ആൻസർ നമ്മളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ A, C and E only. Answer is fourth option. Question number 167. Match the list 1 to 2 related to embryonic development by various months of pregnancy. ഓരോ മന്ത് ഓഫ് pregnancyയിലെ embryonic development ആണ് ചോദിച്ചേക്കുന്നത്. Fetus movement starts and hair appear on her head എന്ന് പറയുന്നത് ഫിഫ്ത്ത് മന്ത് എന്ന് പറയുമ്പോൾ എത്ര വീക്കാ മക്കളെ? 20 വീക്സ് ആണല്ലേ? ഇത് വീക്സിലാണ് കൊടുത്തിരിക്കുന്നത്. A2 ആണ് വരിക. A2 വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. അടുത്ത നമുക്ക് നോക്കാം. ഫീറ്റസ് ഡെവലപ്സ് ലിംസ് ആൻഡ് ഡിജിറ്റ്. ലിംബഡും ഡിജിറ്റും ഒക്കെ സെക്കൻഡ് മന്തിലാണ്. സെക്കൻഡ് മന്ത് എന്ന് പറയുമ്പോൾ 8 വീക്സിലാണ് വരിക. B3 വരുന്നു. ആൻസർ ഷുഡ് ബി സെക്കൻഡ് ഓപ്ഷൻ. നമുക്ക് നോക്കാം. ഫീറ്റസ് ഡെവലപ്സ് എക്സ്റ്റേണൽ ജനീഷ്യ. അത് വരുന്നത് 3 മന്ത്സിലാണ് വിച്ച് ഇസ് ആക്ച്വലി 12 വീക്സ്. ആൻഡ് ഫീറ്റസ് ബോഡി ഫുൾ കവർ ചെയ്യുന്നു. ഹെയർ, ഐലിഡ്സും ഐ ലാഷസും ഒക്കെ സെപ്പറേറ്റ് ആവുന്നത് 6 മന്തിലാണ് വിച്ച് ഇസ് 24 വീക്സ്. ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 168. In a population of grasshopper species, the chromosome number of some members is 23 and the other is 24. നമുക്കറിയാം XO ആണ് മെയില് എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെ ഒരു ക്രോമസോം കുറവാണ്, ഫീമെയിൽ XX ആണ്. അപ്പൊ 23, 24 ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മെയിലും ഫീമെയിലും റെസ്പെക്റ്റീവ്ലി. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. Question number 169. In which animal do haploid cells divide mitotically to produce gametes? നമുക്കറിയാം നമുക്ക് ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഉള്ളത് തന്നെ അപ്പിസിൻഡിക്കയിലാണ് അല്ലേ? ഹണി ബീസിലാണ്. ഹണി ബീസിലെ ഫീമെയിൽസ് ആണ് ഡിപ്ലോയിഡ് ആയിട്ട് വരിക ആൻഡ് മെയിൽ ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ അവർ ഗാമേറ്റ് ഉണ്ടാക്കുന്നത് മൈറ്റോസിസ് സെൽ ഡിവിഷൻ വഴിയാണ്. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. ആൻഡ് ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 170. Against the following cell layer structures around the female gamete from outer to inner side. നമുക്കറിയാം ഏറ്റവും ഔട്ടർ വരുന്നത് കൊറോണ റേഡിയേറ്റ, അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് സോണ പെലൂസിഡ, അത് കഴിഞ്ഞാൽ ഒരു പെരിവിറ്റാലിൻ സ്പേസ് ഉണ്ട്, ശേഷമാണ് നമ്മളുടെ ഊസൈഡ് പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ഓവം വരുന്നത്. സോ ഹിയർ യു ഹാവ് ഇറ്റ് ആസ് yes, first one is corona radiata. C വരുന്ന ഓപ്ഷൻസ് രണ്ടെണ്ണം. Then you have the second one which is sona pellucida, after which perivitalin space B. So answer is third option. So ഇനി നമുക്ക് 171 തൊട്ട് ബിലാൽ സാർ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. So let's go.
ഹേ മക്കളെ, ഹലോ. ഓക്കെ, വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് അന്ന ചോദിച്ചിട്ടുണ്ട് അല്ലേ. അന്ന ലൈക്ക് ബയോളജി കമ്പാരിറ്റീവ്ലി ഈസി ആണ്, സിമ്പിൾ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബയോളജി ഫുൾ മാർക്ക്, ഒബ്വിയസ്ലി ബയോളജി ഫുൾ മാർക്ക് ഒരുപാട് പേർക്ക് ഉണ്ടാവും എന്ന് കരുതി കട്ട് ഓഫ് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഒരു ഭയങ്കര കട്ട് ഓഫ് കയറി പോകുന്നൊന്നും വിചാരിക്കേണ്ട. ഞാനിപ്പോൾ ലൈക്ക് നമുക്കിങ്ങനെ അപ്ഡേറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ഫിസിക്സ് ഫാക്കൽറ്റീസ് ഒക്കെ പറഞ്ഞത് ഫിസിക്സ് ഒക്കെ ഒരു മോഡറേറ്റ് ലെവലിലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ പോലെ ഭയങ്കര അൾട്രാ ടഫ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ പോലും മോഡറേറ്റ് ലെവലിലുള്ള ചോദ്യങ്ങളാണ്. കുറേ പേര് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി ഈ ഒരു പാനിക് സിറ്റുവേഷനിൽ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ ആണല്ലോ. നമുക്ക് അറിയുന്നത് പോലും നമ്മൾ ചിലപ്പോൾ വീട്ടിലെത്തി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയത് മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈക്ക് കട്ട് ഓഫ് ഭയങ്കര കയറുന്നൊന്നും വിചാരിച്ച് ഭയങ്കര ലൈക്ക് എക്സാം ഈസ് ഓവർ റൈറ്റ്. ഓക്കെ, ഇനി ടെൻഷൻ്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. യു ജസ്റ്റ് ഓക്കെ എത്രത്തോളം റെഡി ആയിട്ടുണ്ട്, എത്രത്തോളം നമ്മൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടോ ഒന്ന് അനലൈസ് ചെയ്തോ, എന്നിട്ട് ഓക്കെ കാമായിട്ട് ഇരിക്കുക കേട്ടോ മക്കളെ. ഓക്കെ, ഭയങ്കര കൺസേൺഡ് ആവണ്ട. നമുക്ക് നോക്കാം. 171 അല്ലേ, നമുക്ക് 171ാമത്തെ ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് പ്രൊഡക്ഷൻ ഓഫ് ലാർജ് ഹോൾ ഇൻ സ്വിസ് ചീസ്? സ്വിസ് ചീസിലെ ലാർജ് ഹോൾ എന്തുകൊണ്ടാണ് കുട്ടികളെ? നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ നമ്മൾ പഠിച്ചതാണ്. ദ പ്രൊഡക്ഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി. റൈറ്റ്, ഓപ്ഷൻ 1 അല്ലേ. 172 the toxin, this is a botany question, right? The toxin proteins isolated from Bacillus thuringiensis coded by which of the following genes would control cotton bollworms and corn borer? Cotton bollwormsനെയും അതേപോലെ തന്നെ കോൺ ബോററിനെയും ആരൊക്കെയാണ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെ ജീനുകളാണ് കുട്ടികളെ? 172 ക്രൈവണേസി ആൻഡ് ഇതല്ലേ ഓപ്ഷൻ 1 അല്ലേ. ഓപ്ഷൻ 1 ആണ് നമുക്ക് വരിക. ഓപ്ഷൻ 1 ആണ് ഇതിന്റെ ആൻസർ. ദിസ് ഈസ് എ ബോട്ടണി ക്വസ്റ്റ്യൻ, റൈറ്റ്? ഓക്കെ, ഇൻ ബിറ്റ്വീൻ ചില ബോട്ടണി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ 173 again from botany ആണ്. ecological pyramids represent the relationship between organisms at different trophic levels and they are generally inverted. for inverted ഏതിനാണ് വരിക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് pyramid of biomass in C അല്ലേ. pyramid of biomass in C ആണ് ആൻസർ. Okay, so we are moving to 174. So this is again a botany question, right? Okay, അപ്പോൾ ഞാൻ നിങ്ങളെ ബോട്ടണി ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ചിട്ടാട്ടോ എനിക്ക് ഇതിന് ആൻസർ കിട്ടിയത്, ബിക്കോസ് ഐ ആം എ സോളജി ഫാക്കൽറ്റി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഒരു 4 ആണെന്നാണ് എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ. എനിവേ 174. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഗിഫ്റ്റ് ടു ഓവർകം ഫോർ ഇൻഫെർട്ടിലിറ്റി. ഗിഫ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓവ കളക്റ്റഡ് ഫ്രം എ ഫീമെയിൽ ഡോണർ ആർ ട്രാൻസ്ഫർ ടു ദ യൂട്രസ് അല്ല, ഫെലോപ്പിയൻ ട്യൂബാണ്. ഏർലി എംബ്രിയോസ് അല്ല, അത് സിഫ്റ്റ് ആണ്. ഏർലി എംബ്രിയോസ് വിത്ത് അപ് ടു 8 ബ്ലാസ്റ്റോമിയർ അല്ല, അല്ലേ? അപ്പോൾ ഏതാ? ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് കളക്റ്റഡ് ഫ്രം എ ഡോണർ ടു ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് അനദർ ഫീമെയിൽ ഹു കനോട്ട് പ്രൊഡ്യൂസ് an ovum but can provide suitable environment for the development, അല്ലേ? സോ 174 4 ആണ് ആൻസർ. നൗ 175 അടുത്ത ചോദ്യം. അഗെയിൻ ബോട്ടണി ആണ്. ചൂസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സെൽ ഓർഗനൽസ് ആൻഡ് ദെയർ ഇൻക്ലൂഷൻസ്. ഇതിനെക്കുറിച്ച് കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 175 ആൻസർ വരുന്നത് 4 ആണ്. 175 ആൻസർ വരുന്നത് 4 ആണ്. ഇറ്റ്സ് എ ബോട്ടണി ക്വസ്റ്റ്യൻ. ഓക്കെ, സോ 176. ഓക്കെ, 176 അഗെയിൻ ഫ്രം ബോട്ടണി ആണ്. സെലക്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സെൽ മെംബ്രെയിൻ ഇൻ യൂക്കാരിയോട്ടിക് സെൽ. അതിന്റെ ആൻസറും ഓപ്ഷൻ 3 ആണ്. പ്രോബബ്ലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്നാണ് ബോട്ടണി ഫാക്കൽറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലൈക്ക് മെംബ്രെയിൻ ഓഫ് ഹ്യൂമൻ RBC ഹാസ് അപ്രോക്സിമേറ്റ്ലി 52% പ്രോട്ടീൻ. അത് കറക്റ്റ് ആണല്ലോ, കറക്റ്റ് ആണല്ലേ. നൗ മേജർ ഫോസ്ഫോലിപ്പിഡ്സ് ആർ അറേഞ്ച് ഇൻ എ ബൈലെയർ. ഇത് കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ എക്സ്റ്റൻഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻ ടു ദ സെൽ ഫോം മീസോസോം. നോക്കൂ, ഇത് യൂക്കാരിയോട്ടിന്റെ കേസിലല്ല, അല്ലേ? ഇത് യൂക്കാരിയോട്ടിന്റെ കേസിലല്ല, അപ്പം അത് പറ്റൂല. ദെൻ ഓക്കെ, എനിവേ ഡി കറക്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് ഈ തെറ്റാണ്. സോ എനിവേ ഓപ്ഷൻ 3 ഇറ്റ്സ് എ ബോട്ടണി ക്വസ്റ്റ്യൻ, റൈറ്റ്? ഓക്കെ, സോ Xylem റിപ്പീറ്റർ എക്സാം വാസ് ഈസി. നൈസ്. ഓക്കെ, എക്സാം ഈസി ആയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. 177 മാച്ച് കോളം 1 വിത്ത് കോളം 2. ഓക്കെ, ഇത് സിമ്പിൾ സോളജി ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? ഓപ്ഷൻ ഒന്നാമത്തെ നോക്കൂ, ടെറ്റനി എന്ന് പറഞ്ഞാൽ എന്താ? വൈൽഡ് കൺട്രാക്ഷൻ സ്പാസം ആണ് ഡ്യൂ ടു ലോ കാൽഷ്യം ഇൻ ബോഡി ഫ്ലൂയിഡ്, അല്ലേ? A3 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? യു ഗോട്ട് 2 ഓപ്ഷൻ വിത്ത് A3, അല്ലേ? ഇനി ബി ആർത്രൈറ്റിസ് എന്താണ് കുട്ടികളെ? ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ആണ്, B1. സി മയസ്തീനിയ ഗ്രേവിസ് നമുക്കറിയാം ഓട്ടോ ഇമ്മ്യൂൺ ആണെന്ന്, C2.
2. അപ്പോൾ D4 ആയിരിക്കും ഓപ്ഷൻ 1 അല്ലേ. 177 ഓപ്ഷൻ 1 ആണ്. 178 എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ അപ്പിയേഴ്സ് പാരലൽ ടു ദ പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ ആൻഡ് ലാംഗ്വേജ് സ്കിൽ. ഓക്കെ, വലിയ ചോദ്യം എന്താവും? ആൻസർ സിമ്പിൾ അല്ലേ. as such evolution of individual species in the sequence of their appearance. അത് അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ആദ്യം ഡ്രയോപിത്തേക്കസ് വന്നു, പിന്നെ റാമാപിത്തേക്കസ് വന്നു, പിന്നെ ഓസ്ട്രലോപിത്തേക്കസ് വന്നു, പിന്നെ ഹോമോ ഹബിലിസ് വന്നു, പിന്നെ ഹോമോ ഇറക്ടസ് വന്നു, പിന്നെ ഹോമോ നിയാൻഡർതാലൻസിസ് അല്ലെങ്കിൽ നിയാൻഡർതാൽ മാൻ വന്നു. അതിനുശേഷം അവസാനം ഉണ്ടായ ടീം അല്ലേ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. സോ 178 ഓപ്ഷൻ 1 അല്ലേ കുട്ടികളെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ 179 ദ ഫ്ലൈറ്റ്ലെസ് ബേർഡ് വിത്ത് 4 limbs മോഡിഫൈഡ് ആസ് പാഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഓക്കെ, യു ഡോണ്ട് നോ. ഓക്കെ, പ്രിറ്റൻഡ് യു ഡോണ്ട് നോ ദിസ്. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ല എന്ന് തന്നെ വിചാരിക്കാം. സ്യൂട്ടഡ് ഫോർ സ്വിമ്മിങ്. 4 limb സ്വിമ്മിങ്ങിന് യൂസ് ചെയ്യുന്ന ബേർഡ് ഏതാ കുട്ടികളെ? പെൻഗിൻ, ആപ്റ്റിനോഡൈറ്റ്സ് ഓർ പെൻഗിൻ, റൈറ്റ്. ഓപ്ഷൻ 3. 179 ഓപ്ഷൻ 3. 180 again from Botany. Look, choose the correct statement regarding population interaction between two species. 180 answer 3 ആണ്. ഓപ്ഷൻ 3 BDE ആണ് അത്ര കറക്റ്റ് കേട്ടോ. ഓക്കെ, BDE ആണ് കറക്റ്റ്. ഓപ്ഷൻ 3. So that's all about our zoology part discussion. സോ മക്കളെ എല്ലാവരും എന്താ പറയുക ഭയങ്കര എനിക്ക് പറയാനുള്ളതാണ് ലൈക്ക് ബയോളജി ഇതിൽ ഞാൻ നോക്കിയ സോളജി എനിവേ സിമ്പിളാണ്. ബോട്ടണി ഫാക്കൽറ്റീസിൻ്റെ അടുത്തും കിട്ടിയത് ഓൾമോസ്റ്റ് സിമ്പിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ കട്ട് ഓഫ് ഭയങ്കര കഴിഞ്ഞ വർഷത്തെ പോലെ ആവില്ല, ഇച്ചിരി കയറും. പക്ഷേ എന്ന് കരുതിയിട്ട് ലൈക്ക് ഇൻഡിവിജ്വലി ഫിസിക്സിലൊക്കെ ഒരു മോഡറേറ്റ് ലെവലിലുള്ള പരീക്ഷ തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര കട്ട് ഓഫ് കയറും എന്നുള്ള ഒരു പേടിയിൽ ആരും ഇരിക്കണ്ട, എല്ലാവരും കാമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള മാക്സിമം ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. ബൈ. എൻ്റെ കൊടുത്തോ.